വിമോചന നായകൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. ആരോ ഒരാൾ ഒരു ഷൂ എടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തന്നെ ചെന്നുകൊണ്ടു. പൊടുന്നനെ സദസ്സ് നിശബ്ദമായി. മാർട്ടിൻ ലൂതർ ഒരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ ആ ഷൂസ് കുനിഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഷൂ വാങ്ങാനുള്ള കഴിവില്ല എന്നറിയാവുന്ന ഏതോ ഒരു മാന്യനായ വ്യക്തി എനിക്കൊരു ഷൂ എറിഞ്ഞു തന്നു. ജനം ആർത്ത് ചിരിച്ചു. ഒപ്പം കുറച്ച് അധികം നേരം നീണ്ടുനിന്ന കയ്യടിയും ഉണ്ടായിരുന്നു. അതിനിടയിലൂടെ ഒരു കാലിൽ മാത്രം ഷൂ ധരിച്ചൊരാൾ തല കുനിച്ച് വിളറിയ മുഖത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഈറുകൾ കൊള്ളേണ്ടി വരും. അവഹേളനങ്ങളുടെ, ഒറ്റപ്പെടുത്തലുകളുടെയും കളിയാക്കലുകളുടെയും ഏറുകൾ. നമ്മുടെ ശരികൾക്ക് വേണ്ടി നിവർന്നു നിൽക്കുമ്പോൾ, അതിനെ എതിർക്കുന്നവരെക്കാൾ ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ചിലരെങ്കിലും അസ്വസ്ഥരാകും. പരിഹാസത്തിൻ്റെ അതിർവരമ്പുകൾ പലതും ഹനിക്കപ്പെടുമ്പോഴും ആ പരിഹസിക്കപ്പെടുന്നവർ കുറച്ചൊന്ന് പിടിച്ചു നിന്നാൽ അവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാകും. ഏറുകൾ കൊള്ളേണ്ടി വന്നാൽ കൊള്ളണം, നന്നായിട്ട് തന്നെ അത് ആസ്വദിക്കണം. എന്നിട്ട് അത് ചെയ്യുന്നവരെ നോക്കി പുഞ്ചിരിയോടെ പറയണം, നിങ്ങളുടെ ഈ ഏറുകൾ എനിക്കുള്ള എൻ്റെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിനം.